അബി അബി എഴുതിക്കേ. ചിന്നു ചിന്നു മോളെ മോളെ എനിക്ക് ചിന്നൂട്ടി വാ. നമുക്ക് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാം. മോളു നമുക്ക് മുഖം കഴുകണ്ടേ? വാ തുറന്നേ. തുപ്പ് 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 കുഞ്ഞാവേ. ചിന്നു കണ്ണുറന്നേ. കണ്ണൂർ കുഞ്ഞാവേ. മോളു പാലുടിക്കും മോളു. ചിന്നുമോളെ മിടിക്കേട്ട് മുഴുവൻ കുടിക്ക്. അയ്യോ താഴെ പോയോടാ. സാരമില്ലാട്ടോ. കുടിക്ക് പോന്നാ. കുടിക്ക് കുടിക്ക്. കുറച്ചല്ലേ കുടിച്ചോളൂ. അമ്മയുടെ പൊന്നാണ്. മോളെ 8-ാം തീയതി തന്നെ പൈസ തരണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വൈകിക്കരുതെന്ന് പൊന്നയ്യൻ ചേട്ടനോട് പറയണം. പശുവിനുള്ള കാലിത്തീറ്റയൊക്കെ വാങ്ങാനുള്ളതാ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. പിന്നെ താൻ ഈയിടെയായിട്ട് പാലിന് വെള്ളം ചേർക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. പണ്ടത്തെ പോലെ കൊഴുപ്പൊന്നുമില്ലല്ലോടോ. എന്റെ പൊന്നു മോളെ, അമ്മയാണ് ദാമു ആ നെറികേടൊന്നും കാണിക്കുകയല്ല. കൊഴുപ്പൊക്കെ എത്ര വേണമെന്ന് ചൊരത്തുന്ന പശുവല്ലേ തീരുമാനിക്കുന്നേ. കാലാവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് കൊഴുപ്പ് കൂടുതൽ കിട്ടും, ചില സമയത്ത് കൊഴുപ്പ് കുറയും. പാൽക്കാരനാണെങ്കിലും വാചകത്തിനൊരു കുറവില്ലല്ലോ. പിടിച്ചു നിൽക്കണ്ടേ മോളെ. എന്നാ ഞാൻ പോട്ടെ മോളെ. പാല് തരാൻ വന്നവനാണെ പാല് വാങ്ങിച്ചിട്ട് പറഞ്ഞു വിടണം. അല്ലാതെ അവനുമായിട്ട് എന്നാ കണസാവണസ പറയാടി. ഞാൻ വേറൊന്നും പറഞ്ഞില്ല. പാലിന് കൊഴുപ്പില്ലാന്ന് പറയായിരുന്നു. നിനക്കിപ്പോ ഉള്ള കൊഴുപ്പ് പോരെ? തൽക്കാലം ഉള്ള കൊഴുപ്പ് മതി. അതൊക്കെ ചോദിക്കാനേ ഈ പൊന്നയ്യൻ ഇവിടെ ഉണ്ട്. ഏറിപ്പോടി. ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യ. സൂക്ഷിക്കണം. I can't suffer this, Brahma. ചിന്നമോള് ചില സമയം വളരെ നോർമലായി ബിഹേവ് ചെയ്യും. എന്നോട് വലിയ അടുപ്പം കാണിക്കും. പിന്നീട് എന്നെ കാണുന്നെ വെറുപ്പാവും. എത്ര ഹോസ്പിറ്റലുകള്, എത്ര ഡോക്ടർമാർ, ബട്ട് നോ റിസൾട്ട്. ഡു സംതിങ് ബ്രഹ്മ. Abhirami call from the office. Hello, Simon. Morning, sir. Sir, meeting with the new client is scheduled on 10 a.m. today. They are on the way. Yeah, okay.
I will be there in 30 minutes. Don't forget to treat them very well. I will do my best, sir. Okay, see you there. Okay, sir. അബി, ഞാൻ ഇറങ്ങുന്നു. ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. നമുക്ക് നോക്കാന്നേ. ടേക്ക് കെയർ ഓഫ് ഹെയർ. ഓക്കെ, പോട്ടെ. നമസ്കാരം സാർ. നമസ്കാരം. പൊന്നയ്യൻ, നമ്മുടെ പ്ലാന്റേഷൻ വർക്കുകളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നില്ലേ? പോകുന്നുണ്ട് സാർ. ഞാനങ്ങോട്ട് പോകുന്ന വഴിയാ. നാട്ടിൽ വോട്ട് ചെയ്യാൻ പോയി ബംഗാളികളൊക്കെ തിരിച്ചു വന്നോ? വന്നു സാറേ. എല്ലാവരെയും കൊണ്ട് കൃത്യമായിട്ട് ജോലി ചെയ്യിക്കണം. വെറുതെ നിന്ന് കൂലി വാങ്ങുന്നവരെ എനിക്ക് താല്പര്യമില്ലെന്നറിയാലോ. അറിയാം സാറേ. സാറേ, ഞാൻ കുറച്ച് പൈസയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ. ആ മോളു, വാച്ച. ചിന്നു മോളെ, വാ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? പറ. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി ഐസ്ക്രീം അപ്പൂവ് കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി ഇരിപ്പുണ്ട് കേട്ടോ, എടുത്തു തരാവേ. വാ, അകത്തേക്ക് വാ. വാ. ആ. വർക്കിച്ച ഒരു തെളി. നല്ല കീറാണല്ലോടാ. ഒരു പണി കൊടുക്കണ്ടേ? ആ പാട്ടം കഴിച്ച് വരത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ ശാന്തമ്മേ, നിന്റെ പരക്കം പാച്ചിനോടുക്കാൻ കിട്ടിയോടി ശാന്തമ്മേ. വരത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ ശാന്തമ്മേ, ആ വരത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ ശാന്തമ്മേ, നിന്റെ പരക്കം പാച്ചി. കൊള്ളില്ലാത്തവരാണെങ്കിലും നല്ല പാട്ടാ. ശരിയാ. ആ വരത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ ശാന്തമ്മേ, നിന്റെ പരക്കം പാച്ചിലിനോടുക്കം കിട്ടിയോടി ശാന്തമ്മേ. വരത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ ശാന്തമ്മേ, നിന്റെ പരക്കം പാച്ചിലിനോടുക്കം കിട്ടിയോടി ശാന്തമ്മേ. വരത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ ശാന്തമ്മേ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി പാമ്പടം കാക്ക കൊത്തി പോലെയാ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി പാമ്പടം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കച്ചി കൊത്തി പോകും.
നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയ പോകും. നിന്റെ അല്ലേ? നോട്ടം തെറ്റിയ പോകും. നിർത്താൻ. എന്റെ പൊന്നേട്ടാ, ഞങ്ങളൊരു പാട്ട് പാടിയതുള്ളൂ. ഐഡിയ ആവുന്ന തോന്നുന്നേ. പോയി നോക്കിയാലോ? അതൊന്നും വേണ്ട, അവരൊക്കെ അലമ്പാണെന്ന്. പൊന്നാൻ ചേട്ടൻ വിട്ടുകളാ. പിന്നെ ജീവിതമൊക്കെ എങ്ങനെ പോണു? സുഖമാണോ? പരമ സുഖമല്ലടാ. പിന്നെ അല്ലാതെ. ഒന്നാമത് കിട്ടിയ ഭാര്യ ഇടിവെട്ടി ചത്ത്. രണ്ടാമത് കിട്ടിയത് ഒരു ഇടിവെട്ട് ചേച്ചിയെ. അതെ അതെ, ഇതിനെയൊക്കെ അല്ലേടാ രാജയോഗം എന്ന് പറയുന്നത്. ഇത്ര സൗന്ദര്യമുള്ളൊരു പെണ്ണ് നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടോടാ? അത് പിന്നെ പറയാനോടാ. അവര് നടന്നു വരുന്നൊന്ന് കാണണോടിയാ. എന്തൊരഴകാടാ. എടാ, വീട്ടിലിരിക്കുന്നവരെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞാ എന്തിയോ ഒന്നുകൂടെ പറഞ്ഞു നോക്കടാ. ഇനി പറഞ്ഞ എന്തിയോ എന്റെ മേത്തോട്ടാ താൻ വിവരം അറിയും. പ്രശ്നമാവൂടാ, നമുക്ക് പോയേക്കാം. നിന്റെ പള്ള ഞാൻ കുത്തിക്കേറും. ഇല്ല, എന്റെ കയ്യിനെ മാങ്ങ പറിക്കാൻ പോ. എടാ, നീ മാങ്ങ പറിക്കണ്ട, പോയി തേങ്ങ പറിച്ചിട്ട് വാ. തറവാട്ടിപ്പുണ്ടാക്കിയായി. നിർത്തേ, ഇവിടെയെങ്കിലും കളയ്ക്ക് വന്നേക്കണോ? അല്ലാതെ കള്ളു കുടിക്കാൻ വന്നാലേ കള്ളു കുടിക്കണം. പൊന്നേട്ടാ, കുഴപ്പമുണ്ടാക്കല്ലേ, ഒന്നടങ്ങ്. നിങ്ങൾ ഇവിടെ നിന്ന് കള്ളു കുടിക്കാനാണെങ്കിൽ കള്ളു കുടിക്കുക, ആഹാരം കഴിക്കാനാണെങ്കിൽ ആഹാരം കഴിച്ച് പുറത്തേക്ക് പോവാ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ പോവാ. ഒരു മൂത്ത എടുത്തേ. ഇയാള് വാടാ. ഹലോ. സർ, ചെന്നൈയിലെ പുതിയ ക്ലയൻസ് വിളിച്ചിരുന്നു. ആ, ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് സൺഡേ ആക്കാവെന്ന് ചോദിച്ചു. അതെയോ? ഈ മീറ്റിങ്ങിന് വേണ്ടി മറ്റ് പ്രോഗ്രാംസ് ഞാൻ ക്യാൻസൽ ചെയ്തിരുന്നു. ആ, ഇപ്പൊ വേറെന്താ ചെയ്യുക? അവരോട് അന്ന് വരാൻ പറയൂ. ശരി സർ. ഓക്കെ ഓക്കെ, ശരി. ബ്രഹ്മ, ആ, അബി, ഇന്ന് പുതിയ ക്ലയൻസുമായി ഫിക്സ് ചെയ്ത് മീറ്റിംഗ് ക്യാൻസലായി. ആണോ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് ഓഫീസും ഇല്ല. ഞാൻ ഇന്ന് ഫുൾ ഫ്രീ. ആഹാ. സോ ഐ ഹാവ് പ്ലാൻ ഫോർ ആൻ ഔട്ടിംഗ്. ചിന്നുവിനും അതൊരു സന്തോഷമാവുമല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്നുള്ള റെഡിയാക്ക്. വി ആർ ഗോയിങ് ടു ഹാവ് സോ മച്ച് ഫൺ ടുഡേ. കണ്ണോളം കരളോളം കൺമണി നീൻ കനവോളം കാത്തു കാത്തേ മുത്തേ നീൻ കൺകുളിരഴകല്ലേ കാത്തു കാത്തേ മുത്തേ നീൻ മഴവില്ലഴകല്ലേ കണ്ണോളം കരളോളം കൺമണി നീൻ കനവോളം ചന്ദനക്കവിളിലൊരുമ്മ നൽകിയിടുമ്പോൾ ചന്ദ്രിക പോലെ വിരിയുന്നു നിൻമുഖം ചന്ദനക്കവിളിലൊരുമ്മ നൽകിയിടുമ്പോൾ ചന്ദ്രിക പോലെ വിരിയുന്നു നിൻമുഖം നീർവറ്റുമീ മണൽക്കാട്ടിൽ വിരിയുന്ന നീ എന്ന സ്വപ്ന സുഗന്ധ പുഷ്പം കണ്ണോളം കരളോളം കൺമണി നീൻ കനവോളം ആനന്ദപുരത്തിൻ ആകാശവർണ്ണം പോൽ ആരോമലാളെ അകതാരം നിറയും നീ ആനന്ദപുരത്തിൻ ആകാശവർണ്ണം പോൽ ആരോമലാളെ അകതാരം നിറയും നീ നീ തന്നൊരീ മധുറും മണിമുത്തം മായാതെ മനച്ചെപ്പിലടച്ചു വച്ചു കണ്ണോളം കരളോളം
കൺമണി നീയൻ കനവോളം. എടി അശാന്തി, കഥ ഓർക്കടി. നീ ചത്താ ആ താരെ കയറി ഒളിപ്പിച്ചിരിക്കുകയാടി. നിന്റെ മറ്റവനെയാ. ദേ മനുഷ്യ, വേണ്ടാതിനും പറയാൻ നിൽക്കരുത്. രാത്രി നിങ്ങൾ വരുന്നവരെ ഞാൻ എത്രമാത്രം പേടിച്ചവിടെ നിൽക്കണെന്നറിയോ? അവളുടെ ഒരു അഭിനയം. നീ ആരടി സീരിയൽ നടിയാ? ഇറക്കി വിറയും നിന്റെ മറ്റവനെ. ഇവിടെ ആരും ഇല്ല മനുഷ്യ. പിന്നെന്തിനാടി കഥ കളച്ചത്? ഞാൻ വരുമെന്ന് അറിഞ്ഞൂടെ? കഥക് തുറന്നാലും ഇല്ലിലും നിങ്ങൾ തിണ്ണയിൽ ഓഫായില്ലേ കിടപ്പ്. ഇനി തുറന്നിട്ടിട്ട് വേണം വല്ല കള്ളന്മാരും വന്ന് കയറാൻ. അപ്പൊ നിനക്ക് കള്ളന്മാരുമായിട്ട് ബന്ധമുണ്ടല്ലേ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണ മനുഷ്യ? എടി, നിനക്ക് പാൽക്കാരനോടും മിണ്ടാം, കള്ളന്മാരോടും മിണ്ടാം, ഈ നാട്ടുകാരോട് മൊത്തം മിണ്ടാം. ഒരു 5 മിനിറ്റ് തേച്ച് നീ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോടി? അയ്യടാ ഒരു പാവം. സ്വബോധമുള്ളപ്പം മിണ്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ സംശയവും ദേഷ്യവും. സ്വബോധം ഇല്ലാണ്ടായാലോ? മനുഷ്യന്റെ മെക്കിട്ട് കയറലും പിന്നെയോ ഭരണിപ്പാട്ടും. പിന്നെ ഇങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ എന്ത് മിണ്ടാനാ? നിന്നോട് മിണ്ടാനും കൂടാനും ഒക്കെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നിന്നെ കെട്ടിയ ഞാൻ മണ്ടാൻ. അവന്മാര് പറഞ്ഞ ശരിയാ, നിന്നെ കാക്ക കുത്തി പോത്തേ ഉള്ളൂ. ദേ കള്ളും കുടിച്ചോന്ന് അനാവശ്യം പറയാനുണ്ടല്ലോ. പ്രായമൊന്നും ഞാൻ നോക്കില്ല. ഒരൊറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ എന്നെ തല്ലടി, എന്നെ തല്ലടി. നിന്നെ ഇന്ന് ഞാൻ അവിടെ കിടക്ക്. എന്തായാലും ആ പുതിയ ക്ലയൻസിന്റെ ഓർഡർ കിട്ടിയത് നമുക്ക് ഗുണകരമായി. അത് കമ്പനിക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടാക്കും സർ. ബട്ട് വൺ തിങ്, അവർക്ക് ഡെലിവറി ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി സൈമൺ ഉറപ്പുവരുത്തണം. ഷുവർ സർ. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ലോഡുകളൊക്കെ കൃത്യസമയത്ത് കയറ്റി അയക്കണം. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. എനിക്കറിയാം സർ, എല്ലാം ഞാൻ കൃത്യമായി ചെയ്തോളാം. മോളെ ദേ നമുക്ക് ഊഞ്ഞാലാടാം. സർ, ചിന്നുവിന്റെ ഈ അവസ്ഥ മാറാൻ ഞാനൊരു ഓപ്ഷൻ പറയട്ടെ സർ. നമ്മുടെ സിറ്റിയിലെ തന്നെ മേരിഗിരി ഹോസ്പിറ്റലിൽ പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട്, ഡോക്ടർ രാജീവ്. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ പ്രശസ്തനാണ് അദ്ദേഹം. എന്റെ റിലേഷനിൽപ്പെട്ടൊരു കുട്ടി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇപ്പോ ആ കുട്ടി ഒരുപാട് ഇംപ്രൂവ് ആയി. സാർ, നമ്മുടെ കുട്ടിയെ കാണിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും. അത് നോക്കിക്കേ, കണ്ടോ എന്താന്ന്? ഒരുപാട് സ്ഥലത്ത് പോയതാണ്. എങ്കിലും നമുക്ക് ഈ വഴിയും ശ്രമിച്ചു നോക്കാം. മേത്ത് വീണ് ചില്ലങ്ങനെ കുത്തി കയറിയിരുന്നല്ലോ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, അമ്മയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ബ്രഹ്മന്നോ, അവൾ അറിയാതെയല്ലേ. ബ്രഹ്മ, നമ്മുടെ മോൾക്ക് നല്ല പനി. പനിയോ? അതെ, പനിച്ച് വരയ്ക്കും അവള്. ഇന്നലെ വർക്കിന്റെ സ്ട്രെസ് മുഴുവൻ ബ്രഹ്മ ഞങ്ങളോട് തീർത്തത്. ഇന്നലെ അവിടെ എന്തുമാത്രം ബ്രഹ്മ ഷൗട്ട് ചെയ്തു എന്നറിയോ? അത് അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും.
മോളെ മോളെ ചിന്നു, മോളെ പപ്പ ഇന്നലെ ബിസിനസിന്റെ ടെൻഷനില് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതല്ലേ ചിന്നു? നല്ല രീതിയിൽ പനിയുണ്ടല്ലോ അബി. ആന്നേ, നല്ല പൊള്ളുന്ന പനിയാ. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇന്നലെ നമ്മുടെ ഓഫീസിലെ സൈമൺ മേരീരി ഹോസ്പിറ്റലിൽ ഒരു സ്പെഷ്യൽ ഡോക്ടറെ കുറിച്ച് പറഞ്ഞു. നമുക്ക് അവിടേക്ക് കൊണ്ടുപോയാലോ? നീ കുഞ്ഞിനെ പെട്ടെന്നെടുക്ക്. കുട്ടിയുടെ ഫീവറും തളർച്ചയും വിട്ടുമാറിയിട്ടുണ്ട്. പക്ഷെ മൈൻഡ് ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണ്. എന്തോ ഒരു ഷോക്ക് കുട്ടിയുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഷീസ് ബിഹേവിംഗ് ഇൻഡിഫറെന്റ്. ആരോടും ഒന്നിനോടും പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും അൺയൂഷ്വൽ ഇൻസിഡൻസ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരുന്നോ? ഡോക്ടർ, അഡ്മിറ്റ് ആകുന്നതിന്റെ തലേദിവസം ഞാൻ ചിന്നുവിനോടും അഭിരാമിയോടും കുറച്ച് ദേഷ്യപ്പെടുകയും ഷൗട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് എ റീസൺ. യു സി, ഇത്തരം കുട്ടികൾക്ക് പ്രിയപ്പെട്ടവരായി വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ. ചിന്നുവിന്റെ കാര്യത്തിൽ അത് നിങ്ങൾ രണ്ടുപേരുവാ. നിങ്ങളുടെ സ്നേഹവും കെയറുമാണ് അവളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ നിന്നുള്ള പെരുമാറ്റത്തിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം പോലും അവളുടെ മനസ്സിനെ തളർത്തിക്കളയും. ഇവിടെ അതാണ് സംഭവിച്ചത്. നിങ്ങളെ അവൾ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്നുണ്ട്. ഡോക്ടർ, പ്ലീസ്, അവളെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വേണം. അതിനുവേണ്ടി എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാണ് ഡോക്ടർ. ഇവിടെ പണമല്ല പ്രശ്നം. വി ഓൾ ആർ ഏബിൾ ടു ഹെൽപ്പ് യു, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾ വിഷമിക്കണ്ട. ഐ ക്യാൻ ഡു എ ഫേവർ. കോളേജിൽ എന്റെ സീനിയർ പ്രൊഫസറായിരുന്ന വൺ മിസ്റ്റർ ജോസഫ് സെബാസ്റ്റ്യൻ, എ സൈക്യാട്രിസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, നാട്ടിൽ കൊച്ചിയിൽ ഒരു മെന്റൽ ഹെൽത്ത് കെയർ നടത്തുന്നുണ്ട്. ഇന്റർനാഷണലി ഫേമസ് ആണ് അവിടുത്തെ ട്രീറ്റ്മെന്റ്. അലോപ്പതി, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി, ഇതെല്ലാം കൂടി ചേർന്ന വെൽ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റാ. ഐ തിങ്ക് ഹി ക്യാൻ ഹെൽപ്പ് യു. ഐ എം ഷുവർ യു വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്. യെസ് ഡോക്ടർ, യു പ്രൊസീഡ് ദാറ്റ്. ബൈ ദ വേ, നിങ്ങൾ നാട്ടിൽ എവിടെയാണ്? എറണാകുളം ഡിസ്ട്രിക്ട് തന്നെ, കിഴകൊമ്പം. അവിടെയാണ് എന്റെ തറവാട്. ഓൾമോസ്റ്റ് 25 or 30 കിലോമീറ്റർ ഫ്രം എറണാകുളം. ഓ, അപ്പൊ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. യാ, എന്തായാലും ചിന്നുടെ നാളെ ഡിസ്ചാർജ് ചെയ്യാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കിയോളൂ. ഐ വിൽ ഇൻഫോം ദ അപ്ഡേറ്റ്സ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ. ആരാടി അവൻ? ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. നീ അവനോട്ട് എന്താ ബന്ധം? ഞങ്ങള് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അയാൾ ആ അരമനയിലേക്കുള്ള വഴി ചോദിച്ചതാ. എടി ഭദ്രകാളി, അവന് വഴി ചോദിക്കാൻ ഈ നാട്ടിൽ വേറെ ആരും ഇല്ലേ? ഇവനൊക്കെ കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയാടി നിന്റെ അടുത്ത് വരുന്നത്? സത്യം പറയടി, നീ അവനെ വിളിച്ചു വരുത്തിയതല്ലേ? ദേ, അനാവശ്യം പറയരുതട്ടാ. നീയല്ലേടി അനാവശ്യം കാണിക്കുന്നേ. ഇനി മുതൽ ഈ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഇനി ഏതെങ്കിലും ഒരുത്തനായിട്ട് സംസാരിക്കുന്ന കണ്ട നിന്റെ നാവ് ഞാൻ അരിയും. ഇത്രയൊക്കെ സംശയമാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കെട്ടിയത്? നിന്നെ കെട്ടിയതേ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കാനാ, അല്ലാതെ നാട്ടുകാരുടെ പുറകെ നടക്കാനല്ല. ഞാൻ പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. കേറിപ്പൊടി അരപ്പേ. ഹലോ ഡോക്ടർ. മിസ്റ്റർ ബ്രഹ്മദത്ത്,
നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് നാളെ കൃത്യം 3 മണിക്ക് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഞങ്ങൾ നാളെ വെളുപ്പിനെ പുറപ്പെടും. ഉച്ചയ്ക്കുമ്പോൾ എത്തും. പിന്നെ നിങ്ങൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തണം. ഹീസ് വെരി സ്ട്രിക്റ്റ്. ഓക്കെ, ഷുവർ ഡോക്ടർ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ഗുഡ് റിസൾട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഡോക്ടർ എന്ത് പറഞ്ഞു? നാളെ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. 3 മണിക്കാണ്. ഉച്ചയ്ക്ക് തറവാട്ടിൽ കയറിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ കാര്യസ്ഥൻ ശങ്കുണ്ണിയെ വിളിച്ച് തറവാടൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 വർഷമായാലേ ആൾ താമസം ഇല്ലാതായിട്ട്. ഓ, നിങ്ങളുടെ ഒരു തറവാട്. നമുക്ക് താമസിക്കാൻ വേറെ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട് ബ്രഹ്മ? നിങ്ങളുടെ കമ്പനി ഉടമസ്ഥയിലുള്ള ഫ്ലാറ്റുകളില്ലേ കൊച്ചിയില്? അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവറോട് പറഞ്ഞാ ഇവിടുന്ന് പോയി വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ. കുറച്ച് ലോങ് ഡ്രൈവ് ആണെന്നല്ലേ ഉള്ളൂ. അല്ലാതെ ആ പഴയ തറവാട്ടില് താമസിക്കാന്ന് വെച്ചാ അതൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ തന്നെ വലിയ പാടാണെന്നേ. ഞാൻ അച്ഛനോട് പലവട്ടം പറഞ്ഞതാടോ, പക്ഷെ അച്ഛൻ സമ്മതിക്കണ്ടേ? അത്രയ്ക്ക് നൊസ്റ്റാൾജിയ ആ തറവാടിനോട്. നല്ല അച്ഛനും മോനും. പിന്നെ തറവാടിന്റെ പഴമ നിലനിർത്തണമെന്ന് പറഞ്ഞ് മോഡിഫിക്കേഷൻ ഒന്നും അച്ഛൻ സമ്മതിക്കില്ല. എന്തായാലും നമുക്ക് അവിടെ തന്നെ തങ്ങാവിടും. ഒരു ചേഞ്ച് ആവുമല്ലോ. പഴയ ഓർമ്മകളിലേക്കൊന്ന് തിരിച്ചു പോവുകയും ചെയ്യാം. ചിന്നൂനും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ല, അച്ഛനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞായിരുന്നോ? ഓ, അത് ഞാൻ മറന്നു. ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. ഹലോ അച്ഛാ. പറ മോനെ. നമ്മുടെ ചിന്നുമോക്ക് നല്ലൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഗുഡ്. എവിടെയാ? കൊച്ചിയിലാ. 1 മിസ്റ്റർ ജോസഫ് സാമുവൽ. ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് രീതിയാണ് അവരുടേത്. നമ്മുടെ ഇവിടുത്തെ ഒരു ലീഡിംഗ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്താണ്. ഇവിടുന്നുള്ള പോക്കവരവ് പാടായതുകൊണ്ട് തറവാട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അത് നന്നായി. തറവാട് ആൾത്താമസമില്ലാതെ കിടക്കുമല്ലേ. ഒരൊച്ചയാനൊക്കെ ആവുമല്ലോ. ബിസിനസ് തിരക്കിന്റെ സമയമാ, അല്ലെങ്കിൽ ഞാനും വന്നേനെ. അത് സാരമില്ല അച്ഛാ, നിങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങ്. സൗകര്യം പോലെ ഞാൻ തറവാട്ടിലേക്ക് ഇറങ്ങാം. ശരി അച്ഛാ. ഓക്കെ. ഓക്കെ മോനെ. അങ്ങനെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. എടി ഭദ്രകാളി, കഥ ഓർക്കടി. എടി കഥ ഓർക്കാൻ. നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചേ? നിന്റെ എല്ലാ കള്ളക്കളിയും ഞാനിന്ന് പൊളിച്ചടക്കി കൈ തരും. എടി തുറക്കാനല്ലേ പറഞ്ഞേ? ഞാൻ ചവിട്ടി പൊളിക്കും കേട്ടോ. നിനക്കെന്നെ ഒട്ടും പേടിയില്ലല്ലേ? നിന്റെ ചെവിക്കകത്ത് എന്താടി ഈ ഒരുക്കി ഒഴിച്ചിരിക്കുകയാണ്? തുറക്കടി കഥ. തുറക്കാൻ. എന്തു സാധനമാ? ഡോ അലവലാതി, തന്റെ ചൊൽപ്പടിക്ക് നിൽക്കാനേ തന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും മുതകളവിയെ കണ്ടുപിടിച്ചോ. ഇനി തന്റെ കൂടെ ജീവിക്കാനേ എനിക്ക് വയ്യ. അതുകൊണ്ടേ ഞാൻ പോണ്. എന്റെ പിന്നാലെ അന്വേഷിക്കാനോ പിടിക്കാനോ മറ്റോ വന്നാൽ തന്നെ കമ്പിയൊഴി എണ്ണിക്കുന്നൻ. കേട്ടോടാ വട്ട. നീ എന്നെ ചതിച്ചല്ലോടി, ചതിച്ചല്ലോടി. സാർ. സൈമൺ സാർ, നമ്മൾ യു എയിലേക്ക് അയച്ച സാമ്പിളിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. വെരി ഗുഡ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവർ 3 കണ്ടെയ്നറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വാട്ട് വിൽ വി ഡു? സൈമൺ കാര്യം ചെയ്യ്. ഉടനെ യൂണിയൻ മീറ്റിംഗ് വിളിക്കുക. നൈറ്റ് ഷിഫ്റ്റോടെ വർക്ക് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യൂ. ഷുവർ സാർ. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി സാർ? ഞാൻ അതിനെക്കുറിച്ച് പറയാനിരിക്കായിരുന്നു. സൈമൺ ഇരിക്കൂ. ബെറ്റർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അവിടുത്തേത്. അതുകൊണ്ട് തന്നെ ചിന്നിന് നല്ല മാറ്റമുണ്ട്. ആൻഡ് ദാറ്റ് ഡോക്ടർ രാജീവ്, ഹീ ഈസ് ആൾസോ ഗുഡ്. കൊച്ചിയിൽ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തിരിക്കുകയാണ്. എനിവേ താങ്ക്സ് സൈമൺ. നോ മെൻഷൻ സാർ. എല്ലാം ചിന്നുമോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്കായി നെക്സ്റ്റ് ഡേ ഞാൻ നാട്ടിലേക്ക് പോകും. ഫിറോസ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമെങ്കിലും അവൻ എക്സ്പീരിയൻസ് വളരെ കുറവാണ്. എല്ലാത്തിലും സൈമണിൻ്റെ ഒരു മേൽനോട്ടം വേണം. ഷുവർ സാർ. ഓക്കെ, യു ക്യാൻ ഗോ. ഓക്കെ സാർ. ഹലോ.
ഇത്രയും പഴക്കത്തിന്റെ തറവാടേ ഒന്ന് കഴുകി വൃത്തിയാക്കാന്ന് വെച്ചാ ചില്ലറ പണിയൊന്നുമല്ല. എന്നെ ഒരു പൊടിയാ. ഇവന്മാർക്ക് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പണിന്ന് പറഞ്ഞപ്പോ 8ന്റെ പണിയാന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ കൂലിക്ക് എങ്ങനെ മുതലാവും? വരാൻ പോണ ടീമുകളെ പൂത്ത കാശ് തരാന്നാ കേട്ടെ. ഇതിന്റെ പേരിലാ കാര്യസ്ഥൻ നല്ലൊരു എമൗണ്ട് മുക്കിയിട്ടുണ്ടാവും. എടാ മര്യാദയ്ക്ക് പറഞ്ഞോണം. എന്താണ് ഇവിടെ ഒരു ഒച്ചമ്പകളും? ഇവിടെ എന്താ മന്ത്രിസഭാ സമ്മേളനം നടക്കണോ? ഡേ നാളെ ഇവിടെ സാറ് വരാനുള്ളതാ. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പണി നിർത്തണം. അങ്ങനെ പറഞ്ഞാ എന്നാ ചെയ്യാനാ? ഇതേപോലത്തെ കട്ടിപ്പണി ഞങ്ങൾ കൊണ്ട് പറ്റില്ല. ഞങ്ങൾക്ക് 3000 രൂപയിലും കിട്ടണം. അപ്പൊ എനിക്കൊന്നും വേണ്ടേ? നടക്കേല. നീ അധികം വിളച്ചിലെടുത്ത ബംഗാളിനെ പണിക്കൊണ്ടുവരും. നീയൊക്കെ പട്ടിണി കിടന്ന് ചാവും. അതുകൊണ്ട് തീരുമാനിച്ചോ, ബംഗാളി വേണോ നിങ്ങൾ വേണോ? മനസ്സിലായില്ലേ? വേഗം പണിയിടാ. ബാക്കിയുള്ളവരെ കൊണ്ട് പണി ഉണ്ടാക്കിക്കാതെ. നിന്നെ അല്ല നിന്റെ അപ്പനെ കൊണ്ട് പണിയിപ്പിക്കും. വേഗം പണിയുടെ അല്ല ഈ പണി ബംഗാളികൾ കൊണ്ടുപോകും. ശരിയാടാ, മലയാളികളുടെ ഒരവസ്ഥയെ. വേഗം പണിയെടുക്ക്. പണിയാൻ വന്നവൻ പണിഞ്ഞാച്ചാ മതി. നീയൊക്കെ ഏത് കൊമ്പത്തെ ആയാലും എനിക്കെന്നാ പ്രശ്നം? അല്ല പിന്നെ എന്റെ അടുത്താ കളി. സാറേ. ശങ്കുണ്ണി, എന്താ ഇവിടെ കാര്യങ്ങൾ? കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് സാറേ. ഞങ്ങൾ രാവിലെ പുറപ്പെടും. ഒരു ഉച്ചയോടുകൂടി അവിടെ എത്തും. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ സാർ. അയ്യോ സാറ് ധൈര്യമായിട്ടിങ്ങ് പോരെ. ഓക്കെ ഓക്കെ. ഒന്നും റെഡിയല്ല. യുവമാരെന്നെ കൊലക്ക് പിടിക്കും. എന്താടാ ഇത്? എത്ര നേരമായി ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഈ ചകിരി ഇവിടുന്ന് മാറ്റിയോ? സാറിപ്പോ വിളിച്ചോളൂ. നാളെ 12 മണിയാകുമ്പോ സാർ ഇങ്ങോട്ട് വരും. യുവമാരി എന്ന് വൃത്തിയാക്കിയിട്. സാർത്തുമ്പോഴേക്കും മനസ്സിലായോ? നീ വന്നേ. ഞാൻ വന്നപ്പോ തൊട്ടേ കാണുവാ നീ 1.5 മണിക്കൂറായി ഫാനെ തുടച്ചോണ്ട് നിൽക്കുക. നിന്റെ ഇന്നത്തെ കൂലി എത്രയെന്ന് പറഞ്ഞേ? 3000 അല്ലേ? എന്നാ 1000. ബാക്കി 2000 എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചു. മനസ്സിലായില്ല? ഭ്രാന്ത് പിടിക്കും ഉമ്മാരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ. ഇതെന്തൊരു മനുഷ്യനാടാ? വട്ടാടായക്ക്. സാറേ. സാർ ഇവിടെ ഇല്ലല്ലോ, അപ്പഴായിരിക്കണേ. സാറേ നമസ്കാരം. സുഖമാണോ ശങ്കുണ്ണി? സുഖമായിട്ടിരിക്കുന്നു. യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു സാറേ? ഓ സുഖം. മുടിയൊക്കെ പോയല്ലോ ശങ്കുണ്ണി. പ്രായമായില്ലേ സാറേ? ഞാൻ കുഞ്ഞിനെ എടുക്കാം. ഞാൻ എടുക്കാം സാറേ. ഞാൻ എടുത്തോളാം. അതെ. ഞാൻ എടുത്തോളാം. വാബി സാർ അങ്ങോട്ട് ചെന്നാട്ടെ. അങ്ങ് നടന്നു. ലഗേജൊക്കെ ഞാൻ എടുത്തോണ്ട് വന്നേക്കാവേ. ഡോൺ വറി മിസ്റ്റർ ബ്രഹ്മദത്ത്. ചിന്നുവിന് 80% റിക്കവറി ചാൻസ് ഉണ്ട്. ബട്ട് ഇറ്റ് നീഡ്സ് അഡ്വാൻസ് ട്രീറ്റ്മെന്റ്. ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ബേസ്ഡ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് രീതിയുണ്ട്. വർഷത്തിൽ 4 തവണയായി എടുക്കേണ്ട ഇഞ്ചക്ഷൻസ്. 3 മാസം കൂടുമ്പോൾ 1 വീതം. ബട്ട് ഇറ്റ്സ് റിയലി കോസ്റ്റ്ലി. ഒരു ഇഞ്ചക്ഷന് ഏകദേശം 3.5 ലക്ഷം രൂപ ചെലവാകും. കൂടാതെ അനുബന്ധ ട്രീറ്റ്മെന്റ്സിന്റെ ചെലവ് വേറെയും. മണി ഈസ് നോട്ട് എ പ്രോബ്ലം സർ. യു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. ദെൻ ഫസ്റ്റ് ഡോസ് നമുക്ക് ഇന്ന് തന്നെ ആരംഭിക്കാം. പിന്നെ 3 മാസം കഴിഞ്ഞാൽ അടുത്ത ഡോസ്. ഷുവർ ഡോക്ടർ. ട്രീറ്റ്മെന്റ് തീരുന്നവരെ അവൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും നിങ്ങൾ കാര്യമായി എടുക്കാതിരിക്കുക. അവളെ നന്നായി കെയർ ചെയ്യാം. ഞാൻ തരുന്ന മെഡിസിൻസ് മുടങ്ങാതെ കൃത്യമായിട്ട് കൊടുക്കുക. ഇറ്റ്സ് ആൾ ഫോർ യുവർ കിഡ്. വി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ഡോക്ടർ. മെഡിക്കൽ പ്രോസസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിയെ കൊണ്ടുപോകാം. താങ്ക് യു ഡോക്ടർ.
ഹലോ സൈമൺ, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എന്തായി സർ? ഞങ്ങൾ ഡോക്ടറെ കണ്ടു. എ വെൽ അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് വെരി ബ്രില്യൻ ഡോക്ടർ. ചിന്നുവിന്റെ ഡിസബിലിറ്റി അനുസരിച്ചുള്ള പല ടെസ്റ്റുകളും ഇവർ നടത്തി. എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ, അങ്ങനെ പലവിധ സ്കാനിങ്ങുകളും. ആ, അതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് അവരുടെ സീനിയേഴ്സ് ആയിട്ടുള്ള പല ഡോക്ടർമാരോട് ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് ചിന്നുവിന്റെ ട്രീറ്റ്മെന്റ് രീതി ഫൈനലൈസ് ചെയ്തത്. ആ, ഇറ്റ് വാസ് എ ഡീറ്റെയിൽ ഒബ്സർവേഷൻ. ചിന്നുവിന് ഒരു 80% റിക്കവറി ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. സന്തോഷമായി സർ. എന്തായാലും നല്ലൊരു സ്ഥലത്ത് തന്നെ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഐ ആം ഷുവർ അവൾ ഉറപ്പായും തിരിച്ചു വരും. അതെ, ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടിയ പോലെ. എല്ലാം ശരിയാവും സർ. ആ പിന്നെ നമ്മുടെ ക്ലയൻസിന് 3 കണ്ടെയ്നറിലൂടെ കയറ്റി അയച്ചു സർ. ആ അവിടുത്തെ MD എന്നെ വിളിച്ചിരുന്നു വിത്ത് എ പോസിറ്റീവ് റെസ്പോൺസ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റ് പ്രൊഡക്ട്സ് അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റും സർ. ഓ, ഗുഡ് ന്യൂസ്. എന്തായാലും സൈമൺ അവരുടെ കോൺടാക്റ്റിൽ ഉണ്ടാവണം. ആ, നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി വെറുതെ വിട്ടുകളയരുത്. ഐ നോ, ഐ വിൽ ഡു ഇറ്റ് സർ. ഗുഡ്. ഒരു പ്രോബ്ലം ഉണ്ട് സർ. ആ നമ്മൾ ഡെലിവറിക്കായി ഓവർനൈറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ലേബേഴ്സ് എക്സ്ട്രാ ബാറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ എന്താ സർ ചെയ്യേണ്ടത്? പ്രോഫിറ്റിന് വലിയ ലോസ് ഇല്ലാത്ത രീതിയിൽ താൻ തന്നെ ഹാൻഡിൽ ചെയ്യും. പക്ഷേ ഇത് എപ്പോഴും ഉണ്ടാവരുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തേക്കണം. അല്ലെങ്കിൽ പിന്നെ യൂണിയൻ കീണി എന്നൊക്കെ പറഞ്ഞ് പിന്നെ തലവേദനയാവും. അത് ഞാൻ നോക്കിക്കോളാം സർ. ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചോളാം. ഓക്കെ സർ. എന്തായാലും തറവാട്ടി വന്ന പിന്നെ ഐ ഫീൽ സം പോസിറ്റീവ് എനർജി. ഐ എം ഷുവർ ഷീ വിൽ റിക്കവർ സൂൺ. 3-4 വർഷമായില്ലേ വന്നിട്ട്. ഐ എം ഫീലിംഗ് സം നൊസ്റ്റാൾജിയ. യെസ്, ശരിക്കും ഒരു നാടൻ വൈബ്. അതെ, നമ്മുടെ നാടിന്റെ അറ്റ്മോസ്ഫിയറും ഭംഗിയും ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ചിന്നുവിനെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. ഐ എം ഷുവർ ഇറ്റ് വിൽ ചേഞ്ച് ഹെയർ. ഏഴിലം പാല പൂത്തു പൂമരങ്ങൾ സാറേ ഇരിക്കും. മോളെന്തി? അവൾക്ക് മരുന്ന് കൊടുത്തതിന്റെ മയക്കത്തിലാണ്. അതെയോ? ഡോക്ടറെ കണ്ടിട്ട് എന്തു പറഞ്ഞു സാറേ? കുഴപ്പമില്ലടോ, അദ്ദേഹത്തിന്റെ പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല കെയർ വേണം. അതിന് താനും ശാരദയും ഞങ്ങളോടൊപ്പം വേണം. സാറേ അത് പിന്നെ പറയണോ? സാറേ ഞങ്ങൾ എന്നും സാറിന്റെ കൂടെ ഉണ്ട്. അത് മതി, അത് മതി. ഇതൊക്കെ ഞങ്ങളുടെ ഒരു കടമയല്ലേ സാറേ? നമ്മൾ ജീവനോട് ഇരിക്കുന്നത് പിന്നെ എന്തിനാ? സാറിന്റെ മുഖത്തെ ഈ ചിരി കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് കഴിച്ചേ. ഇവിടെ ഈ നാട്ടിൽ പുതിയതാ കേട്ടോ. ആ നടി കുറച്ച് പച്ചക്കറിയാണ്. ആ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത കഷ്ടം തോന്നുന്നു. അതെ, ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് ഇങ്ങനൊരവസ്ഥയിലും. ശരിയാ, മര്യാദയ്ക്കൊന്നും സംസാരിക്കാനോ നടക്കാനോ കഴിയത്തില്ല. കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. നല്ല മനസ്സുള്ളവരാ ബ്രഹ്മദത്ത സാറും അബ്രാമി കൊച്ചും. ഈശ്വര, അതിന്റെ അസുഖം ഒന്ന് വേഗം തന്നെ ഭേദമായി കൊടുക്കണേ.
ബ്രഹ്മ ദേ ചായ. ചിന്നുമോക്ക് കൊടുത്തോ? ഇല്ല, കൊടുക്കാൻ പോകുന്നു. കൊടുക്ക. മോളെ, മോളെ നീ മോളെ. മമ്മ, മമ്മ എനിക്കൊന്ന് കുളിക്കണം. മമ്മ ഇപ്പൊ കുളിപ്പിക്കാട്ടോ. മോള് വാ, പപ്പയെ കാണാം. പപ്പ, ബ്രഹ്മ, നമ്മുടെ മോള് സംസാരിച്ചു. She is behaving like a normal kid. ചിന്നുമോളെ, ഞാൻ എന്തായി കാണുന്നത്? മോളെ, എന്റെ പൊന്നു മോളെ. മോളെ, അവളെന്നോട് കുളിപ്പിക്കാമെന്ന് ചോദിച്ചു ബ്രഹ്മ. വേഗം കുളിപ്പിക്കേ, ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ നീ. ഹലോ ഡോക്ടർ, എന്റെ മോള്. ഡോക്ടർ, എന്റെ മോളൊന്ന് സാധാരണ കുട്ടികളെ പോലെ നടന്നു. അവള് സംസാരിച്ചു. എന്നെ അഭിയൊക്കെ പപ്പ മമ്മ എന്നൊക്കെ വിളിച്ചു. ഐ കാൻ കൺട്രോൾ മൈ ഹാപ്പിനെസ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിയലി എ മിറക്കിൾ. അതെങ്ങനെ സംഭവിച്ചു? ഐ ഡോണ്ട് നോ സർ. എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് അവളെ തിരിച്ചു കിട്ടി. എന്തായാലും നാളെ കുട്ടിയുമായി ഹോസ്പിറ്റലിൽ വരും. ഐ വാണ്ട് ടു സീ ഹിയർ. ഓക്കെ? ഷുവർ ഡോക്ടർ. ഓക്കെ. പ്ലീസ് സിറ്റ്. കുട്ടിയെ കൊണ്ട് പുറത്ത് നിൽക്കൂ. ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായി സംസാരിക്കാനുണ്ട്. ചെല്ലേ. ശരി ഡോക്ടർ. പരിശോധനയിൽ കുട്ടി യാതൊരു കുഴപ്പവും കാണുന്നില്ല. ഐ കാൺ ബിലീവ് മൈ ഐസ്. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. യുവർ കിഡ് ഈസ് ബ്ലെസ്ഡ് ഫ്രം ദി ഹെവൻ. ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊന്നുണ്ടല്ലോ. മരുന്നിനും ട്രീറ്റ്മെന്റിനും ഒക്കെ മുകളിലാണത്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഡോക്ടർ, ഈശ്വരൻ ഒരിക്കലും എന്റെ കുട്ടിയെ കൈവിടില്ലെന്ന്. എങ്കിലും ഇതിന് പിന്നിലെ ശാസ്ത്രീയ വശം എനിക്ക് കണ്ടെത്തിയേ മതിയാവും. ബിക്കോസ് ഐ ആം എ സയന്റിസ്റ്റ് ടു. അതിന് കുട്ടിയുടെ സാമ്പിൾസ് ഒബ്സർവേഷനായി ഞാൻ എടുത്തിട്ടുണ്ട്. യു സി, ഇത് ഈ ഹോസ്പിറ്റലിലെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ്. എന്റെ കരിയറിലെയും. സാധാരണയായി ഈ ഇഞ്ചക്ഷൻ ഫോളോ ചെയ്യുന്ന കുട്ടികളിൽ രണ്ടാമത്തെ ഡോസ് കഴിയുമ്പോഴേ മെന്റൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ് കാണാറുള്ളൂ. അതും നേരിയൊരു ശതമാനം മാത്രം. ചിന്നുവിന്റെ കേസ് ശരിക്കും ഒരു അത്ഭുതമാണ്. എന്റെ ജൂനിയേഴ്സ് അടക്കം എല്ലാവരും വളരെ ത്രില്ഡാണ്. എനിവേ, ഞാൻ തന്ന മെഡിസിൻസ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. വി വിൽ ഡു ഇറ്റ് സർ. ഓക്കെ? ഓക്കെ. ഇതിനകത്ത് പഴം മേടിച്ചിട്ട് പഴം ഇട്ടില്ലേ ഇതിൻ്റെ അകത്തുമാർ? ആ, ഉണ്ട് ഉണ്ട്. ആ, ഇതേതേ കൊച്ച്? കുട്ടിയുടെ അസുഖമൊക്കെ മാറിയോ? അല്ല, സാറിന് ഒരു കുട്ടിയല്ലേ ഉള്ളൂ. ആ കുട്ടി അസുഖക്കാരിയാണല്ലോ. പിന്നെ ഇനി ഏതാ ഈ കൊച്ച്? സാറിന് ഇനി 2 കുട്ടികളുണ്ടോ? സാറിന് ഇനി വേറെ ബന്ധത്തിൽ വേറെ കുട്ടികളുണ്ടോ? സാർ അത്ര കാരണം അല്ലല്ല. മോളെ, മോളേതാ? ഞാൻ ചിന്നു. ചിന്നു? ഞങ്ങളുടെ ചിന്നു മിണ്ടത്തില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ മിണ്ടു. ശകുനിമാവനല്ലേ? അല്ല, അതെ, ചങ്ങുണ്ണി ചിന്നു അല്ല. അതെ. പക്ഷെ ഞങ്ങളുടെ ചിന്നു മിണ്ടില്ല.
മിണ്ടും. ഈ ശകുനി മാവന് വട്ടാ. നിനക്കാ വട്ട്. എനിക്കെങ്ങാനാണോ വട്ട്? അല്ലല്ല, ഇത് ചിന്നു അല്ല. നീ ചിന്നു മിണ്ടത്തില്ല, അത് ഉറപ്പാ. എടീ ശാരദേ, ശാരദേ, ഇടി ഏതാടി ആ കൊച്ച്? ഇവിടുത്തെ കുഞ്ഞിനെ പോലെ തന്നെയുണ്ട്. നിങ്ങക്ക് എന്നാ തലക്ക് പ്രാന്താണോ? അത് ഇവിടത്തെ കൊച്ചു തന്നെയാ. ചിന്നുമോളോ? ആ, അതെങ്ങനെ ശരിയാകുന്നേ? ഇന്നലെ വരെ കിടക്കേന്ന് എണീക്കാത്ത കൊച്ച് മുറ്റത്തിറങ്ങി കളിക്കുന്നു. ഇതെന്നെ വല്ല ചാത്തൻ സാഹിബ് വല്ലതും ആണോ? അതൊന്നും എനിക്കറിയില്ല. ഇന്ന് രാവിലെ അഭിരാമി കൊച്ചാ പറഞ്ഞത് കൊച്ചിന്റെ അസുഖമൊക്കെ മാറിയെന്ന്. അല്ല, നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? അതൊക്കെ നോക്കാൻ ആ സാറും കൊച്ചൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും അല്ലെങ്കിലും നിങ്ങൾക്ക് പണ്ട് മുതലുള്ളതാ ഈ സംശയരോഗം. എന്ത് കണ്ടാലും ഒടുക്കത്തെ ഒരു സംശയം. എന്നെ കെട്ടിക്കൊണ്ടു വന്നപ്പോ എന്റെ ആഭരണം മുഴുവൻ മുക്കുകൊണ്ടോണെന്ന് സംശയിച്ച ആളല്ലേ നിങ്ങള്? അന്ന് തൊട്ടേ ഞാൻ അനുഭവിക്കുന്നതാ. ഇടി അതല്ലെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് എങ്ങനെ ഒരു മാറ്റം? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ദേ, ഇനി വെറുതെ ആ കൊച്ചിനെ കൂടി സംശയിച്ച് ഉള്ള പണി കളയണ്ട. അതിലൊരു ചേർച്ചക്കുറവുണ്ട്. സംസാരിക്കാത്ത കുട്ടി സംസാരിക്കും. എന്തോ പന്ത് കീറുണ്ട്. എന്തായാലും ചങ്കുണ്ണി ഇത് കണ്ടുപിടിക്കും. ഒന്നിങ്ങ് വന്നേ. വാ. അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോണം. മോളെ, ഈ കൊച്ച എന്നാ കാണിക്കാൻ എന്നെ കൊണ്ടുപോകുന്നു? ഇവളെന്തിനാ ഈ മുറി കയറി? മോളെ, മോളെ, അടുക്കരുത്, എന്റെ അടുത്ത് അടുക്കരുത്. നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഈ കൊച്ചെങ്ങനെ ഇവിടെ വന്നു? ഈ കൊച്ചു തന്നെയല്ലേ ആ കൊച്ച്? എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയേ? അപ്പൊ അവിടെ കണ്ടതാരാ? അത് നിങ്ങളുടെ തള്ള. നിങ്ങൾക്ക് എന്താ വട്ടാണോ? കൊച്ചു കൊറേ നേരമായിട്ട് എന്റെ മുമ്പിൽ നിന്ന് കളിക്കുന്നുണ്ട്. അല്ല, നിങ്ങളല്ലേ കുറച്ചു നേരത്തെ എന്നോട് ചോദിച്ചത് മുറ്റത്ത് നിന്ന് കളിക്കുന്ന കൊച്ചേതാന്ന്? നിങ്ങളുടെ ഒരു സംശയം. എന്നാലും ശാരദാമ്മേ, ഈ ശങ്കുണി മാവൻ എന്താ പറ്റിയേ? എനിക്കറിയില്ല മോളെ, അങ്ങേരിക്ക് എന്താ പറ്റിയെന്ന്. മോള് കളിച്ചോ? രാമ 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 രാമ. ശാരദേ, ശാരദേ, ഇടി ശാരദേ. അയ്യോ അയ്യോ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യോ ശാരദേ, ഇവിടെ വാടി. വരുന്നു. എന്താ മനുഷ്യ? നല്ല പനിയുണ്ട്. പനിയുണ്ടല്ലോ. നിങ്ങളൊന്ന് അനങ്ങാണ്ട് ഇവിടെ കിടന്നേ. എന്നെ കൊല്ലൂടി, പ്രേതം എന്നെ കൊല്ലും. മണ്ണാൻ കട്ട. വന്നപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ ഒരു പ്രേതക്കഥ. ആ പാവം കൊച്ച് പ്രേതം എന്ന് പറയാ നിങ്ങൾക്ക് നാണൂല്ലേ മനുഷ്യ? ഇങ്ങനെ പോയാൽ നാളെ ഞാനും പ്രേതം നിങ്ങൾ പറയല്ലോ. ആ കൊച്ചു പ്രേതം തന്നെയാടി. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്റെ ഭഗവതി, ഒന്നും മിണ്ടാതിരിക്കാൻ.
കണ്ടോടത്തൊക്കെ കറങ്ങി അടിച്ച് പനിയും പിടിച്ചു വന്നിട്ട് അവസാനം മെനക്കെടാൻ ഞാനും. ആ ബ്രഹ്മത്തെ സാറിനെ ഒന്ന് വിളിക്ക്. എനിക്ക് സാറിനെ കാണണം. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. നീ ഒന്ന് വിളിച്ചേടി. വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. ഇനി വെറുതെ അവരെയും കൂടി മെനക്കെടുത്താഞ്ഞിട്ട്. അത് സാരമില്ല, നീ ഒന്ന് വിളിച്ചേടി, അല്ലെങ്കിൽ എന്നെ കൊല്ലൂടി. ആര്? പ്രേതം. പ്രേതം മര്യാദക്ക് അവിടെ കിടക്കാൻ നോക്ക്. നീ കൂടെ കിടക്കടി. ഒന്ന് കിടന്നേന്ന് അവിടെ. അയ്യോ ശാരദ, നീ പോകല്ലേടി. എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാകുന്നടി. അയ്യോ ഇത് ഞാനാണ്. ഇത് കണ്ടോ, പ്രേതം വന്നാ ഞാൻ വെട്ടിക്കൊന്നോളാം. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നോ. ഹലോ. ഹലോ സാറേ, ഇത് ഞാനാ ശാരദ. ആ എന്താ ശാരദ? ശങ്കുണ്ണിയേട്ടൻ ഇന്നലെ രാത്രി മുതൽ പനിച്ചു വരച്ച് കിടക്കുക. സാറിനെ കാണാൻ എന്തൊക്കെയോ പറയണോന്ന് വാശി പിടിക്കുക. എന്തു പറ്റി? എന്തോ കണ്ടു പേടിച്ചാന്നാ പറയുന്നേ. ആണോ? ഇന്നലെ ചേട്ടൻ ഒരുപോലെ കണ്ണടിച്ചിട്ടില്ല, എന്നെ ഉറക്കിയിട്ടില്ല. എനിക്ക് ഒരു സമാധാനമില്ല സാറേ. സാറൊന്ന് ഇവിടെ വരെ വരാവോ? അതിനെന്താ, ഞാനിപ്പോ തന്നെ വരാം. ശരി സാറേ. ഓക്കെ ഓക്കെ. ആരാ പപ്പ വിളിച്ചത്? അതെ, ശാരദാന്റെ മോളെ. ശങ്കുണ്ണി മാമന് സുഖമില്ലാന്ന്. പപ്പ ഒന്ന് അവിടം വരെ പോയിട്ട് വരാം. ഞാനും വരട്ടെ പപ്പ? ഓ പിന്നെന്താ, മോളും പോന്നോളൂ. ആ വാ മോളെ. ശങ്കുണ്ണി കിടക്ക. എന്താ പറ്റി? എന്താന്ന് അറിയില്ല സാറേ. ഇന്നലെ രാത്രി മുതല് ശങ്കുണ്ണേട്ടന് നല്ല പനിയുണ്ട്. എന്തൊക്കെയോ പിച്ചും പേയും കിടന്ന് പറയുന്നുണ്ട്. എന്താന്ന് മനസ്സിലാവുന്നില്ല. ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അതിനും സമ്മതിക്കുന്നില്ല. മിണ്ടും, ഞാൻ പറയും, എല്ലാരോടും പറയും. എന്നെ കൊല്ലല്ലേ. ഞാൻ പറയും, എന്നെ പേടിപ്പിച്ചതെല്ലാം പറയും. വേണ്ട. എവിടെയാ സാറേ? പപ്പ, ഈ ശങ്കുണിമാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ശങ്കുണ്ണി, എന്തു പറ്റി? ശങ്കുണ്ണിയേട്ടാ, യോ എന്താ പറ്റിയത്? അയ്യോ ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ ഒന്നും മനസ്സിലാവുന്നില്ല. ശങ്കുണ്ണിയേട്ടാ എന്താ പറയുന്നേ? സാറേ, കുറച്ചു മുമ്പ് സംസാരിച്ചോണ്ടിരുന്ന ആളാ സാറേ. ശങ്കുണ്ണിയേട്ടാ ഒന്ന് പറ. ശങ്കുണ്ണിയേട്ടാ എന്താ പറ്റിയേ? ഒന്നും മനസ്സിലാവുന്നില്ല സാറേ. ഒരു പേനയും പേപ്പറോ ചോദിക്കുന്നേ, എന്ത് എഴുതി കാണിക്കാനും തോന്നുന്നു. ഒന്നും എടുത്തിട്ട് വാ. ഇപ്പൊ കൊണ്ടുവരാ.
ഇതാ ഇതാ ബുക്ക് കൊണ്ട് പേനയുണ്ട്, എഴുത്. എന്താന്ന് വെച്ചാ എഴുതേട്ടാ. അയ്യോ ശങ്കുണ്ണേട്ടാ, സാറേ. ശങ്കുണ്ണി, ഇതെന്തോ മാനസിക പ്രശ്നമാണെന്നാ തോന്നുന്നത്. പാരമ്പര്യമായിട്ട് വല്ലതും? ഇല്ല സാറേ. ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. വിഷമിക്കാതിരിക്കും, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ. കരയണ്ട. ഈട്ടിത്തടി പോലെ നിന്ന മനുഷ്യനാ സാറേ ഇപ്പൊ വെട്ടിയിട്ട പോലെ കിടക്കണ. ശങ്കുണ്ണേട്ടാ, ശങ്കുണ്ണേട്ടാ. മോൾക്ക് ഞാനാരാന്നറിയണ്ടേ? അറിയണം. ഞാൻ പാർവതി, നിന്റെ ചേച്ചിയാ. എന്റെ കഥ മോൾക്ക് കേക്കണ്ടേ? ചെമ്പട്ടും ചിലമ്പേറ്റി മെയ്യാകെ കനലൂതി ആദിമൂലക്കലൂന്ന് ആദിത്യൻ വരണുണ്ടേ. തെക്കന്നം തീവെട്ടി വടക്കന്നം പറകൊട്ടി ആദിശേഷനുഗ്രനും മാടാൻ വായോ. തേനും വയമ്പെല്ല നാവേ തൊടിച്ചമ്മ പൊന്നുണ്ണിക്കുന്നാണല്ലോ ജന്മനാള്. കണ്ണിറുദോഷങ്ങൾ പോകണം, കടുനാവിറുദോഷങ്ങൾ തീരണം. ശ്രീ മഹാദേവന്റെ പുള്ളോർക്കുടത്തിന് മണിനാഗം കാവേറ്റ്. ചെമ്പട്ടും ചിലമ്പേറ്റി മെയ്യാകെ കനലൂതി ആദിമൂലക്കലൂന്ന് ആദിത്യൻ വരണുണ്ടേ. ഭൂമി വാഴും നാഗങ്ങൾ പ്രീതി കൊള്ളുക വേണം. ഭൂതലങ്ങൾ ദേഹരക്ഷയ്ക്കായി കാവൽ വേണം. ഭൂതനാഥൻ തമ്പുരാന്റെ ഉള്ളം ദേഹരക്ഷയ്ക്കായുസായി തെളിയേണം. നിൻ തിരുവാം ജടയിങ്കൽ പള്ളി കൊള്ളും ഫണീന്ദ്രൻ കാലദേശ കാമതൃക്കായി ചുറ്റിടുന്ന പാപം. ശ്രീ മഹാദേവന്റെ തൃപ്പൂത്ത് നിറ പഞ്ചമം ചുറ്റും തിറയാട്ട്. കാവിലും ചൊവ്വിലും നാഗക്കളത്തിലും പാടിപ്പൊലിക്കുക നാഗത്താരെ. എന്നുണ്ണി വാഴണം നല്ലാണ്ട്, മകൻ പൊന്നായി വിളങ്ങണമുള്ളാണ്ട്. മന്ത്രക്കളം മഞ്ഞൾ മയക്കളം കണ്ടാൽ വാസുകി തക്ഷകൻ കാക്കേണം. ചെമ്പട്ടും ചിലമ്പേറ്റി മെയ്യാകെ കനലൂതി ആദിമൂലക്കലൂന്ന് ആദിത്യൻ വരണുണ്ടേ. ചെമ്പട്ടും ചിലമ്പേറ്റി മെയ്യാകെ കനലൂതി ആദിമൂലക്കലൂന്ന് ആദിത്യൻ വരണുണ്ടേ. ഓ തുടങ്ങിയോ? ഏട്ടനിങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ
എന്നാ പിന്നെ വാതിലടച്ചിട്ട് അവിടെ ചെയ്യായിരുന്നില്ലേ? ഇങ്ങനെ വലിച്ചു കയറ്റില്ല, അതിനൊരു പരിഹാരം ആവൂലോ. ഇതിനല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? കണ്ണികെട്ട ബിസിനസ് എല്ലാം നടത്തി കിട്ടിയ വീതം എല്ലാം നശിപ്പിച്ച് ആകപ്പാടുണ്ടായിരുന്ന വീടും പണയപ്പെടുത്തി കോടികളുടെ സിനിമ എടുത്ത് അവസാനം സിനിമയില്ല, വീടും ഇല്ല, കുറെ കട മാത്രം ബാക്കി. അറിയ വയ്യത്ത പണി ചെയ്താലേ കാശുണ്ടാവില്ല മനുഷ്യ. അതിനെ തലയിൽ വല്ലതും വേണം. ആദ്യം നിങ്ങളുടെ ഈ കള്ളൂടി ഒന്ന് നിർത്ത്, അപ്പൊ എല്ലാം ശരിയാവും. നിർത്തടി. എന്നെ ഉപദേശിക്കാൻ നീയെന്നല്ല, ഇവിടെ ആരും വളർന്നിട്ടില്ല. ഞാൻ പറയുന്നതാ കുഴപ്പം. നിങ്ങളുടെ പ്രവൃത്തിയൊക്കെ കേമാണല്ലോ. എല്ലാം നശിപ്പിച്ച് ഏട്ടന്റെ ഔദാര്യത്തിലാണല്ലോ ഇവിടെ പൊറുതി. ഇനിയെങ്കിലും അങ്ങേരെ ഒട്ടി നിന്ന് 10 കാശുണ്ടാക്കാൻ നോക്ക് മനുഷ്യ. ഇല്ലെങ്കിലേ വല്ല വാടക വീട്ടിലും പോയി കിടക്കേണ്ടി വരും. മരിക്കുമ്പോ കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടടി. നീയൊന്നും ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. എല്ലാത്തിനും ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെ ഞാൻ രാവിലെ പറയാം. നമുക്ക് നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോണം. ബ്രഹ്മദത്തനെയും കൂടി കൊണ്ടുവരാറുന്നില്ല ഭരതാ. അവൻ ഹോസ്റ്റലിലാണ് ചാ. അടുത്ത മാസം പരീക്ഷയല്ലേ. ഈ വർഷം 10ാം ക്ലാസ്സിലാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാര്യം അളിയന്റെ ഒരു കല്യാണക്കാര്യമാണ്. എന്റെ ജ്യേഷ്ഠന്റെ മകൾ പാർവതിയുമായി ഒരു 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇപ്പോഴും എന്റെ ഏട്ടന്റെ കയ്യിലുണ്ട്. എല്ലാത്തിനും ഒരേ ഒരു അവകാശി പാർവതിക്കുട്ടി. ആ സ്ഥിതിക്ക് അളിയൻ പാർവതി വിവാഹം കഴിച്ചാൽ ആ സ്വത്തിന് മുഴുവൻ അവകാശിയാരാ? അർജുനളിയൻ. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. പക്ഷെ ശങ്കര നമ്പൂരി അതിന് സമ്മതിക്കോ? അതൊക്കെ ഭരതേട്ടൻ സമ്മതിപ്പിച്ചോളൂ അച്ഛാ. നമുക്ക് രക്ഷപ്പെടാൻ നല്ലൊരു അവസരം ഇത്. ഒന്നല്ലെങ്കിലും വെറുതെക്കാരനല്ലല്ലോ നമ്മൾ കൊടുക്കണത്. 5 ശമ്പളമുള്ള 1ാം തരം തഹസിൽദാരെയല്ലേ. ഇതിലും അനുയോജ്യനായ പയ്യനെ അവർക്ക് വേറെ എവിടുന്ന് കിട്ടാനാ? അപ്പൊ നമ്മൾ ഇതങ്ങ് ഉറപ്പിക്കുന്നു. എന്താ അളിയന്റെ അഭിപ്രായം? അത് അവൻ അവളെ പണ്ട് മുതൽ വലിയ ഇഷ്ടാ. ആണോളയാ? പുളുങ്കുപ്പിൽ തന്നെയാണല്ലോ നോട്ടം. കാര്യങ്ങളൊക്കെ ഭംഗിയായി ഞാൻ നടത്തിത്തരാം. പക്ഷേ ചെറിയൊരു ഡിമാൻഡുണ്ട്. എന്ത് ഡിമാൻഡ്? പണ്ടളിയും പാലക്കാട്ട് ജോലി സ്ഥലത്തെ ഫണ്ട് തിരിമറിയിലെ പോലീസ് പിടിക്കുന്നായപ്പോ രക്ഷിച്ചത് ഞാനാ. അത് ഏട്ടൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇതും പറഞ്ഞങ്ങോട്ട് എല്ലാം പറ്റൂ. ഇത്രയും വലിയൊരു സൗഭാഗ്യം അളിയന് കിട്ടുമ്പോ അത് കുറച്ചെങ്കിലും അളിയന്റെ പെങ്ങക്കൂടെ കിട്ടണ്ടേ അളിയാ? ഭരതൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയും സ്വത്ത് സ്ത്രീധനമായി കിട്ടുമ്പോ അതിൽ ന്യായമായൊരു വിഹിതം ഞങ്ങൾക്കും കിട്ടണം. അത് അച്ഛന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. ശരിയാ, നിങ്ങൾ ശശികലയ്ക്ക് തന്നെല്ലാം നശിപ്പിച്ചവനായ. ഇനി ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഒന്നും എന്റെ പേര് വേണ്ട. അളിയൻ തരുന്ന എല്ലാ വിഹിതവും ശശികലയുടെയും എന്റെ മകൻ ബ്രഹ്മത്തിന്റെയും പേരിൽ എഴുതിയാൽ മതി. ഒന്നിലും യാതൊരു അവകാശവും എനിക്കുണ്ടാവില്ല. ഇത്ര നാളും എന്നെ സഹിച്ച് ജീവിച്ചതിനൊരു പ്രത്യേക ഉപകാരം. ഇവര് പെരുവഴി കിടക്കാതിരിക്കാൻ ഇതെങ്കിലും ഒന്ന് ചെയ്യളയാ. എല്ലാരും ഒന്ന് ആലോചിക്കും. കാര്യം നടന്ന എല്ലാവർക്കും രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ഈ വിഷയം ദേ ഇവിടെ വെച്ച് നിർത്തുന്നു. ഭരത, നീ കാര്യങ്ങൾ നീക്കിക്കൊള്ളു. ഈ കല്യാണം നമ്മൾ നടത്തുന്നു. ചേട്ടാ, എന്താ ഭരത? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. പാർവതിക്ക് കല്യാണപ്രായമായല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ശശികലയുടെ വീട്ടിൽ പോയിരുന്നു. അർജുൻ അവന്റെ മനസ്സിലൊരു ആഗ്രഹം എന്നോട് പറഞ്ഞു. എന്ത്? അവന് പാർവതി വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഒരു കണക്കിന് നോക്കി നല്ല ബന്ധമല്ലേ? അർജുനും മോശമല്ലല്ലോ. തഹസീൽദാർ തസ്തികയിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലേ? അവളുടെ ജീവിതം എന്നും സുരക്ഷിതമായിരിക്കും. ഇത്രയും യോഗ്യതയുള്ള ഒരു പയ്യനെ വേറെ എവിടെ കിട്ടുവേട്ടാ? ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം പറഞ്ഞല്ലോ. എന്റെ വൈക്കത്തപ്പാ, നീ പറയാതെ തന്നെ അവരുടെ തറവാട്ട് മഹിമ എനിക്കറിയാം. അവിടുത്തെ കുട്ടിയെ നിനക്ക് വേലി കഴിച്ചു തന്നു എന്നല്ലാതെ വേറെന്തെങ്കിലും കുറവാ ഇല്ലത്തിനുണ്ടോ? അവർ തന്നയച്ചതെല്ലാം നീ നശിപ്പിച്ചില്ലേ? എന്തായാലും നീ കൊണ്ടുവന്ന ആലോചന നല്ലത് തന്നെ. അർജുനെ എനിക്ക് നേരത്തെ അറിയാം. നല്ല ചെറുപ്പക്കാരനാ, നല്ല സ്വഭാവവും. എനിക്കും അവനോട് താല്പര്യമാണ്. നല്ലൊരു ദിവസം നോക്കി അവരെ വിളിപ്പിക്കാം. ശരിയല്ല?
ഭരതൻ പാർവതിക്കൊരു ആലോചന കൊണ്ടുവന്നിരിക്കണു. എവിടുന്നാ? പുറത്തൊന്നൊന്നുമല്ല, നമ്മുടെ ശശികലയുടെ സഹോദരൻ അർജുനില്ലേ, അവനാ പയ്യൻ. അറിഞ്ഞിടത്തോളം തരക്കേടില്ല. പിന്നെ അവനും മോശമല്ലല്ലോ, ഒന്നാന്തര സർക്കാർ ഉദ്യോഗസ്ഥൻ, അതും തഹസിൽദാര്. യാതൊരു ദുശീലങ്ങളും ഇല്ലാത്തൊരു പയ്യൻ. പാർവതി അവൻ പൊന്നുപോലെ നോക്കും. അന്തസ്സുള്ള തറവാട് തന്നെയാണേ. പിന്നെ കുട്ടി എന്നും നമ്മുടെ വെളിപ്പാടകലെ ഉണ്ടാവൂലോ. എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് എതിർപ്പൊന്നുമില്ല, നല്ല ബന്ധം തന്നെയാ. അറിയാവുന്ന കുടുംബത്തിലേക്കാകുമ്പോ അവൾക്ക് നല്ല സ്നേഹവും കരുതലും കിട്ടുമല്ലോ. എനിക്ക് സമ്മത. എന്റെ വൈകത്തപ്പ എല്ലാം ഭംഗിയായി നടന്നാ മതിയായിരുന്നു. വരൂ കുട്ടി. അച്ഛൻ നിനക്ക് നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റാരും അല്ല, നമ്മുടെ ശശികലയുടെ അനുജൻ അർജുനൻ. നല്ലവനാണവൻ. നല്ല ഉദ്യോഗവും നല്ല സ്വഭാവവും. തീർച്ചയായും നിനക്ക് യോജിക്കും അവൻ. നിനക്ക് ഒരു കുറവുമില്ലാതെ അവൻ നോക്കിക്കോളും മോളെ. അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കുക. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമില്ല. എനിക്ക് മറ്റൊരാളെ ഇഷ്ടം. അകമനയിലെ വിഷ്ണു നമ്പൂതിരിയുടെ മകൻ ഹരികൃഷ്ണൻ. മോളെ, നീ എന്താ ഈ പറയുന്നേ? ഈ ധിക്കാരം എന്റെ മുമ്പിൽ പറയാൻ എങ്ങനെ പറ്റി കുട്ടി? അവളുടെ ആഗ്രഹം അതാണെങ്കിൽ അത് നടത്തി കൊടുക്കണല്ലേ നല്ലത്. അവളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ഇഷ്ടമല്ലാത്തൊരു ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുന്നതിനേക്കാൾ നല്ലത് സന്തോഷത്തോടെ ജീവിക്കാൻ വിടുന്നതല്ലേ. എന്തായാലും നോമൊന്ന് ആലോചിക്കട്ടെ. എന്തായിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? നമ്മളൊന്ന് ആലോചിച്ച പാർവതിയും അർജുനുമായിട്ടുള്ള വിവാഹം നടക്കില്ല. എന്തായിട്ടാ, എന്ത് പറ്റി? കുട്ടി മറ്റൊരാളുമായി ഇഷ്ടത്തിലാണ്. ഇന്ന് വരെ അവളുടെ ഒരു ആഗ്രഹത്തിനും ഞങ്ങൾ എതിർന്നിട്ടില്ല. അതുകൊണ്ട് ആ വിവാഹം നടത്താനാണ് നോമ ആലോചിച്ചിരിക്കുന്നത്. അകമനയിലെ വിഷ്ണു നമ്പൂതിരിയുടെ മകൻ ഹരികൃഷ്ണനാണ് വരൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിവരം നീ ആ ശശികലയുടെ തറവാട്ടിൽ അറിയിക്കുക. ശരിയേട്ടാ. ഇത് നമ്മുടെ സഹോദരൻ ഭരതൻ. നമസ്കാരം. പയ്യൻ വന്ന് വിവരം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പകലോ മറ്റും തറവാട്ടിൽ നിന്ന് ഒരു സംബന്ധം കിട്ടാന്ന് വെച്ചാ ഞങ്ങളുടെ ഭാഗ്യമല്ലേ. അതെ, അന്തസ് കൊണ്ടും ആഭിയാത്യം കൊണ്ടും പേര് കേട്ട തറവാടല്ലേ. അന്വേഷിച്ചറിഞ്ഞതിൽ വെച്ച് നിങ്ങളും മോശക്കാരല്ലല്ലോ. കുട്ടിയുടെ ഇഷ്ടാണ് ഞങ്ങൾക്ക് പ്രാധാന്യം. അതുകൊണ്ട് ഞാനെതിരുന്നില്ല. കുട്ടി പറഞ്ഞിരുന്നു ഹരീഷിന് ഒരു പേരിട്ട കലാകാരനാണെന്ന്. എന്റെ ഭാര്യ സൗദാമിനിയും നല്ലൊരു പാട്ടുകാരിയാണ്. സംഗീതത്തിലുള്ള എന്റെ എല്ലാ കഴിവുകളും പകർന്നു കിട്ടിയത് ഇവനാ. സംഗീതത്തിന് പുറമെ ഹരി വക്കീൽ പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒന്ന് മനസ്സ് വെച്ചാ താമസിയാതെ ആ മേഖലയിലും അവന് ശോഭിക്കാനാവേ. സന്തോഷായി. എന്തായാലും കുട്ടി കണ്ടെത്തിയത് അവൾക്ക് അനുയോജ്യനായ വരനെ തന്നെയാണല്ലോ, ഇല്ലേ ഭരത? അതെ അതെ. കുട്ടിയെ ഞങ്ങൾക്ക് ബോധിച്ചിരിക്കണം. എങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാ. ആശങ്കയൊന്നും വേണ്ട. എനിക്കുള്ളതെല്ലാം എന്റെ കുട്ടിക്കുള്ളതാ. അവൾക്ക് അവിടെ ഒരു കുറവും ഉണ്ടാവില്ല എന്ന് ഒരു ഉറപ്പ് മാത്രം മതി ഞങ്ങക്ക്. അല്ലേ ഭരത? അതെ അതെ. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്റെ കൂടെ അവൾ എന്ന് സന്തോഷവതിയായിരിക്കും. എങ്കിൽ ഒട്ടും വൈകണ്ട. കുട്ടിയുടെ ജാതകം തന്ന ഏതെങ്കിലും ഒരു ജോത്സ്യനെ കൊണ്ട് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കാം. അങ്ങനെ ആവട്ടെ. ഹരി പറയ്. നീ പറ. നിന്റെ മധുരമുള്ള ശബ്ദം കേൾക്കാനല്ലേ ഞാൻ വിളിച്ചേ. ഹൂവ്, അതൊക്കെ ഇപ്പൊ പറയും. കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ മാറുമോ? ഒരിക്കലും ഇല്ല.
പാർവതി, നീ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചോളാം. നിന്നോടുള്ള എന്റെ സ്നേഹം കളങ്കമില്ലാത്തതാ. അതുകൊണ്ട് തന്നെയാ നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടി പ്രകൃതി, ഈശ്വരനും എല്ലാം നമുക്കൊപ്പം നിന്നേ. ഇനി ആ നല്ല നാളുകളിലേക്ക് നമുക്ക് ഒരുപാട് ദൂരം ഉള്ളതുപോലെ എനിക്കിനി ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. എങ്കി വാ, ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുവയ്ക്കൂ. വേണ്ട, ഈ കാത്തിരിപ്പിനൊരു സുഖവുമുണ്ട്. നമുക്ക് ഇതുവരെ കിട്ടിയതിനേക്കാൾ ആകാംക്ഷയുള്ളൊരു സുഖം. അതെ, നിന്റെ ചൂടുകൾ ഇനി എന്റെ ഹൃദയതാളമാണ്. എന്റെ മനസ്സിനെ കുളിരണീച്ച ഹരിയുടെ ശബ്ദം ഇനി എന്റേതാവാൻ പോവല്ലേ? ശരി മോളെ. ഗാ ഗാ മരി മഗരി സനി നിസ ഗാ ഗാ മഗ മ സനി ദാ സഗരി മഗരി സനി സാ സാ സ സനി രി 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 ആ ദനാ ആ മഴയേ മഴയേ നീ വരുമോ, മേഘക്കൂട് വിട്ട് നീ വരുമോ, മഴവിൽ കൊമ്പുലച്ച് മലരിൻ ചെണ്ടുലച്ച് ചില്ലുടഞ്ഞ ചിരിയുമായി വാവാ, തുളുമ്പാൻ തുള്ളി നിൽക്കും അഴകിൻ വെണ്ണിക്കുടം നീ വരില്ലേ ആത്മരാഗമായി വാ. മഴയേ മഴയേ നീ വരുമോ, മേഘക്കൂട് വിട്ട് നീ വരുമോ. തോർന്നു പോകും നേരം നിന്നെയോർത്ത് തേടും വെയിലായി, മഞ്ഞുമേലാപ്പിനുള്ളിൽ രണ്ടു വർണ്ണനൂലാ, മനമേറും മധുവായി കനവേറും കരണമായി ഈഴച്ചേരും ശ്രുതിലയമായി ഹൃദയ താളങ്ങൾ നമ്മൾ. മഴയേ മഴയേ നീ വരുമോ, മേഘക്കൂട് വിട്ട് നീ വരുമോ. മണ്ണിൽ വിണ്ണിൽ പൂങ്കുളിരായി എന്റെ കണ്ണിൽ പൂക്കും മലരായി, കത്തുമിൻ പ്രേമത്തിൽ വന്നു തൊട്ടു നോക്കിയിടുമോ. മഴവില്ലിൻ നിറമില്ല മല തേടും നിമിഷങ്ങൾ, മനമാകെ നിറനിലവായി പ്രണയമുകുളങ്ങൾ നമ്മൾ. മഴയേ മഴയേ നീ വരുമോ, മേഘക്കൂട് വിട്ട് നീ വരുമോ. ഇല്ല, സമ്മതിക്കില്ലേ. നിങ്ങൾ എന്ത് ചെയ്യുന്ന ചെയ്യോടി, നീ കണ്ടോ, ഈ ഭരതനാരായണ നേക്കെ മനസ്സിലാക്കി കൊടുക്കും. ഈ സ്വത്ത് മുഴുവൻ നമുക്ക് തന്നെ കിട്ടും. കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ ബിംബ് പറയാനല്ലാതെ നിങ്ങളെ കൊണ്ട് ഇതുവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നോക്കിക്കോ, അവളെ ആ ചെക്കൻ കെട്ടുകയും ചെയ്യും, സ്വത്ത് മുഴുവൻ അവര് കൊണ്ടുപോവുകയും ചെയ്യും. പെട്ടിയും കിടക്കെ റെഡിയാക്കിക്കോ, ഉടനെ തന്നെ തെരുവിലേക്ക് ഇറങ്ങാം. ഇല്ല,
ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതായി സ്വത്തുക്കള്. ഇത് ഞാൻ അവർക്ക് ആർക്കും വിട്ടുകൊടുക്കില്ല. അതിനെന്താ ചെയ്യേണ്ടത് നീ പറയുന്നതിനറിയാം. ഭരതൻ പോലീസുകാരെ സ്വാധീനിച്ച് ആ കൊലപാതകം ഒരു അപകട മരണമാക്കി മാറ്റി. അവനോട് പകരം ചോദിക്കണം, അവനെ ഇല്ലാണ്ടാക്കണം. ചിന്നമോളെ
നിന്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. പരട്ട നായേ, മോളെ പുഴുക്കൾ പോലും തിന്നാൻ അറക്കുന്ന നിന്റെ മാംസം ഞാനിന്ന് ഭസ്മമാക്കും. ചിന്നുമോളെ, ക്രൂരതകൾ മാത്രം ചെയ്ത് നിന്റെ കൈകൾ ഞാൻ അറുത്തെടുക്കും. നിന്റെ കണ്ണുകൾ ഞാൻ ചൂഴ്ന്നെടുക്കും. എന്റെ കുടുംബം തകർത്ത ദ്രോഹി, ഇന്ന് നിന്റെ ആയുസിന്റെ അവസാന ദിവസമാണ്. കൊല്ലും നിന്നെ ഞാൻ. നിന്റെ മുഖത്തിന് ചേരുന്നത് തീട്ടമാണോ? ചിന്നുമോളെ, മോളെ മോളെ ചിന്നു വേണ്ട മോളെ മോളെ വേണ്ട ചിന്നു ചിന്നു തൽക്കാലം ഞാൻ കമ്പനി ഗസ്റ്റ് ഹൗസിലേക്ക് പോവാ. ശരിയച്ചാ. സാറേ, ആ ഇത് ശരിക്കും ബാധ കൂടിയത് തന്നെയാ. ശങ്കുണിയേട്ടൻ പറഞ്ഞപ്പോ ഞാനിത് വിശ്വസിച്ചില്ല. ഉടനെ ഇതിന് പ്രതിവിധി ചെയ്തില്ലെങ്കിൽ കൊച്ചിന് ജീവന് തന്നെ ആപത്താ. ഇവിടെ അടുത്ത് പുഴയ്ക്കൽ മനയിൽ പേര് കേട്ടൊരു മന്ത്രവാദിയുണ്ട്, വള്ളിക്കോട് തിരുമേനി. അദ്ദേഹത്തെ കണ്ട തീർച്ചയായും ഇതിനൊരു പ്രതിവിധി ഉണ്ടാവും സാറേ. അച്ഛാ, ഞാൻ അവിടെ മരുന്ന് പോയി നോക്കിയാലോ? ആ ശരി, നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. പ്രശ്നങ്ങളാണല്ലോ കാണുന്നത്. പണ്ട് അഗ്നിയിൽ എറിയപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാവ് നിങ്ങളുടെ കുട്ടിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വീട്ടിലെ മുതിർന്ന കാരണവരെ ഇല്ലാതാക്കലാണ് അവളുടെ ലക്ഷ്യം. വൈകിയിരിക്കണോ? ഇനിയും അമ്മാന്തിച്ചുകൂടാ. വേഗം കർമ്മങ്ങൾ നടത്തണം. ഇല്ലെങ്കിൽ തന്റെ അച്ഛന്റെ ജീവനത് ആപത്താണ്. നമുക്കുടനെ പുറപ്പെടാം.
മോളു 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 മോൾക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? ഡോക്ടറങ്ങളല്ലേ? ഇതാരാന്ന് മനസ്സിലായോ? സൈമൻ അങ്കിൾ. മോൾക്ക് ഇപ്പോ വേദനയെ ബുദ്ധിമുട്ടോ വല്ലതുണ്ടോ? ഇല്ല. ഗുഡ്. പേടിക്കാനൊന്നുമില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഓക്കെ, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, ശരി. താങ്ക് യു സർ. മോളെ, പപ്പ, മമ്മ. കണ്ണോളം കരളോളം കൺമണി നീൻ കനവോളം കാത്തു കാത്തേ മുത്തേ നീൻ കൺകുളിരഴകല്ലേ കാത്തു കാത്തേ മുത്തേ നീൻ മഴവില്ലഴകല്ലേ കണ്ണോളം കരളോളം കൺമണി നീൻ കനവോളം ചന്ദനക്കവിളിലൊരുമ്മ നൽകിയിടുമ്പോൾ ചന്ദ്രിക പോലെ വിരിയുന്നു നിൻമുഖം ചന്ദനക്കവിളിലൊരുമ്മ നൽകിയിടുമ്പോൾ ചന്ദ്രിക പോലെ വിരിയുന്നു നിൻമുഖം നീർവറ്റുമീ മണൽക്കാട്ടിൽ വിരിയുന്ന നീ എന്ന സ്വപ്ന സുഗന്ധ പുഷ്പം കണ്ണോളം കരളോളം കൺമണി നീൻ കനവോളം ആനന്ദപൂരത്തിൻ ആകാശവർണ്ണം പോൽ ആരോമലാളെ അകതാരം നിറയും നീ ആനന്ദപൂരത്തിൻ ആകാശവർണ്ണം പോൽ ആരോമലാളെ അകതാരം നിറയും നീ നീ തന്നൊരീ മധുറും മണിമുത്തം മായാതെ മണ